എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മീനിൻ്റെ കുട്ടിപ്പാചകമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കൊഴുവ മീൻ ഇവിടെ വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ നിന്ന് കറി വയ്ക്കാൻ പോയപ്പം എൻ്റെ കൂട്ടുകാരുമായിട്ട് ആ രീതി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊരു അരപ്പൊക്കെ വേണം. അതിന് മുന്നേ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പോൾ ഇതിനുള്ള അരപ്പ് ഞാൻ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ അപൂർവമായിട്ടുണ്ടായിരിക്കും. പണ്ട് എൻ്റെ അമ്മയും നമ്മുടെ എല്ലാവരുടെയും അമ്മമാരൊക്കെ പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. തേങ്ങ കുറച്ച് തിരുമ്മിയെടുക്കും. ഞങ്ങൾ മീൻകറിക്ക് 2-3 ചുമന്നുള്ളിയും കൂടെ അരയ്ക്കുന്നവർ എടുക്കാറുണ്ട്, അല്ലാത്തവരത് ഒഴിവാക്കും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം മഞ്ഞൾ, ഉണക്ക മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം മല്ലി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് അരകല്ലിലൊക്കെ അരച്ച് മീൻകറി തയ്യാറാക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ മല്ലിയൊക്കെ ചേർത്തിട്ടാണ്, തേങ്ങ അരച്ച കറിക്കും അല്പം മല്ലി ചേർക്കും. എല്ലായിടും ഒന്നും അത് ചേർക്കത്തില്ലായിരിക്കും, മഞ്ഞളും മുളകും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇത്തിരി മല്ലിയൊക്കെ ചേർത്തിട്ടാണ് മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് എനിക്കിവിടെ അരകല്ലൊന്നുമില്ല. തൽക്കാലം ഞാൻ ഈ മഞ്ഞളിനെ ഒന്ന് ഇടികല്ലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ചതച്ചിട്ട് നമ്മുടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പഴയകാല ടേസ്റ്റ് കിട്ടുമോയെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കല്ലിൽ അരയ്ക്കുന്ന ടേസ്റ്റ് ഒന്നും മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ പുളി വേണമല്ലോ. അപ്പോൾ പുളിക്ക് പകരം ഞാനിന്ന് എടുത്തിരിക്കുന്നത്, നമുക്കിവിടെ ഒരു ഇരുമ്പം പുളി മരമുണ്ട്, അതിലൊന്ന് 3-4 പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതുപോലത്തെ ചെറിയ മീനും മത്തിയൊക്കെ കറി വയ്ക്കാനായിട്ട് ഈ പുളി ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ മീൻ ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് 2-3 പുളിയും ഞാനിതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ മീൻ കറിയിൽ ചേർക്കാനുള്ള കറിവേപ്പില, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കൊഴുവ മീൻ ഇന്ന് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പം നമുക്കിനി ഇതൊക്കെ അരയ്ക്കാനുള്ള പണി നോക്കാം. ആദ്യം ഈ മഞ്ഞൾക്കട്ടയൊന്ന് ചതച്ചിട്ട് വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. എടുത്തു വെച്ച ആ മഞ്ഞൾക്കട്ട ഞാൻ ഇതുപോലെ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. 3 മുളക് അരച്ചപ്പം നമുക്ക് അത്ര നല്ല കളർ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ മുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. ഒരു ഇച്ചിരി കൂടെ കളർ വരണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനൊരു 3 മുളക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ, മഞ്ഞൾ, മല്ലി, മുളക്, ഉള്ളി എല്ലാം കൂടെ ഞാൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ആ മുളക് ചേർത്ത് നിങ്ങൾ കണ്ടല്ലോ അരയ്ക്കാൻ നേരം. 3 മുളക് ഞാൻ ആദ്യം എടുത്തുള്ളായിരുന്നു. ഇപ്പോൾ ഒരു കളർ കുറവായി തോന്നിയതുകൊണ്ട് 3 മുളകും കൂടെ അരച്ചിട്ടുണ്ട്. മഞ്ഞളൊക്കെ ആ ഒരു കുഞ്ഞിക്കട്ട ആവശ്യത്തിന് പാകത്തിന് തന്നെ ആയിരുന്നു. പണ്ട് അരയ്ക്കാനൊക്കെ അമ്മയൊക്കെ എടുത്ത് തന്നിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ആ ഒരളവിനാണ് ഞാൻ എടുത്തത്. മീൻ ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ജാറ് കഴുകി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി എടുത്ത് വെച്ച് ഇനി അരപ്പെല്ലാം കൂടെ ചട്ടിയിലേക്ക് കൂട്ടി അത് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അരപ്പിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരഞ്ഞ്, പച്ചമുളക് ഞാൻ 1 എണ്ണം മാറ്റിയിട്ടുണ്ട്. എരിവ് കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച പുളി, ഇരുമ്പൻ പുളി ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓണാക്കി കറിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് അരച്ചപ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ എൻ്റെ അമ്മ ഓർമ്മ വന്നു. ആ ഒരു പഴയകാല മീൻകറിയുടെ മണമാണ് അടിച്ചത്. ആ മല്ലിയും വറ്റൽമുളകും ഒക്കെ അരച്ചിട്ടെടുക്കുമ്പോൾ ഉള്ള ആ ഒരു മണം അടിച്ചപ്പോൾ പഴയ നാട്ടിൻപുറങ്ങളിലെ ഓരോ വീടുകളിലും ഉച്ച സമയത്ത് മീൻ കറി വയ്ക്കുന്ന ആ ഒരു മണമുണ്ടല്ലോ, അതെനിക്ക് ഇന്നിവിടെ കിട്ടി ശരിക്കും പറയാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല, ഇനി ഉപ്പ് ഇടണം. ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ അധികം വേവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കറി ഞാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനായും അടച്ചിട്ടില്ല, തിളച്ച് തൂകിപ്പോകും. അതുകൊണ്ട് 3/4 ഭാഗത്തോളം അടച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. കറി എന്തായാലും നോക്കാം. അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. കറി നല്ല
തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. ആ എടുത്തു വെച്ച ഐറ്റംസ് എല്ലാം പാകമായിരുന്നു. നല്ല ഒരു കളറൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വെച്ച കറി പോലെ തോന്നും. മഞ്ഞളൊക്കെ ചതച്ചിട്ട് കറി വെച്ചപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മീനിടാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മീനൊന്ന് വെന്ത് ഉപ്പും പുളിയും എരിവുമൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. മീൻ തിളയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു സാധനം കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഉലുവ വറുത്ത് പൊടിച്ചതില്ല, അതുകൊണ്ട് ഞാൻ എന്താ ഒരു നുള്ള് പച്ച ഉലുവ ഇട്ട് കൊടുക്കുക. ഈ സമയം ഇട്ട് കൊടുത്താലേ അത് വെന്തതിൻ്റെ ഗുണമൊക്കെ ആ കറിയിൽ കിട്ടുള്ളൂ. കറി എന്തായാലും നോക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി ഒരല്പം എണ്ണ ഒഴിച്ചായിരുന്നു. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരല്പം വെളിച്ചെണ്ണ കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഈ സമയം. ഇത്രയും മതി. പതുക്കെ ഇളക്കി കൊടുക്കാം. എൻ്റെ എടുത്തു വെച്ച ഇരുമ്പൻ പുളിക്ക് വലിയ പുളി ഉണ്ടായില്ല. കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മരത്തിൽ. പക്ഷേ മീൻകറിക്ക് ഒരല്പം പുളി കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളി ഇവിടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കറുത്ത് കിടക്കുന്നത്, കുടംപുളിയാണ്. അത്രേ പുളിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച മീൻ ഇത്രയല്ലേ ഉള്ളൂ, മതിയായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുളി കുറവായതുകൊണ്ട് ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് കുറുകി കഴിഞ്ഞ് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. കൊഴുവ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പണ്ടത്തെ രീതിയിലാണ് ഞാൻ ചെയ്തത്. മുളകും മുഴുവൻ മല്ലിയും മഞ്ഞൾക്കട്ടയും ഒക്കെ അരച്ച് ചേർത്തുണ്ടാക്കിയ മീൻകറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ ഈ മീൻകറിക്കുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ മീൻകറി വയ്ക്കുമ്പോൾ അതേ ഒരു മണമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. കല്ലുണ്ടായിരുന്നെങ്കിൽ കല്ലിൽ അരച്ച് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. എന്തായാലും ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും എൻ്റെതായ രീതി ഞാനൊന്ന് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.